ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞു പോലുള്ള കോക്കനട്ട് ദോശയും അതിൻ്റെ കൂടെ സൈഡായിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ചമ്മന്തിയുമാണ്. വളരെ എളുപ്പത്തിൽ സൂപ്പറായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അവലാണ്. ഞാനിപ്പോൾ ഇച്ചിരി അത്യാവശ്യം ചെറിയ കട്ടിയുള്ള അവലിൽ ഒരു അരക്കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട്. ഈ കട്ടിയില്ലാത്ത അവലല്ല, തിന്നായിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ നമുക്ക് അവലിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ്. വറുത്ത റവ അല്ലെന്നുണ്ടെങ്കിൽ പച്ച റവ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഒരു അരക്കപ്പ് അളവിൽ തൈരും കൂടി ചേർക്കുകയാണ്. കുറച്ച് പുളിയുള്ള തൈര്, അതായത് നല്ല പുളിയല്ല, മീഡിയത്തിൽ പുളിയുള്ള തൈര് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വീട്ടിലെ ദോശമാവോ അപ്പത്തിൻ്റെ മാവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലൊരു ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ അവൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ റവയും നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചട്നി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം 1 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും 2 വെളുത്തുള്ളി അല്ലിയും കൂടിയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് മാറി വരട്ടെ. ഇതിൻ്റെ കളർ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുന്ന സമയം ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 6ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയൊരു സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. മീഡിയം സൈസ് തക്കാളിയിൽ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരല്പം മല്ലിയിലയും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ ഈ തക്കാളി എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടട്ടെ. ആ ഒരു സമയം വരെ, അതായത് 2 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു 2 മിനിറ്റ് ഞാൻ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട്, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, ഈ ചൂടൊന്ന് ചെറുതായിട്ട് മാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നല്ലതുപോലെ കട്ടിക്കനൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഞാനിപ്പോൾ ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഇതിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർക്കാവുന്നതാണ്. ഒരല്പം വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി താളിച്ച് അതും കൂടി നമുക്ക് ഈ ചട്നിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ ഈ ചട്നി. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് നമ്മുടെ റവയും അവലൊക്കെ വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് കുറുകി ഇങ്ങനെ ഈ ഒരു കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടിയാണ്. അപ്പോൾ ആ തേങ്ങയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. നമ്മൾ ദോശ ബാറ്റർ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് അരച്ചെടുത്ത മാവ് നമുക്കൊരു ബോളിലേക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടിയാണ്. നമ്മൾ സാധാരണ അപ്പത്തിലൊക്കെ ചേർക്കില്ലേ, അതുപോലെ ഒരല്പം സോഡാപ്പൊടി കൂടി ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഈ ദോശ തയ്യാറാക്കുന്നതിൻ്റെ പേരിലാണ് ഈ സോഡാപ്പൊടിയുടെ ആവശ്യം. അതല്ല നമ്മുടെ സമയം ഉണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഒന്ന് പുളിപ്പിക്കാൻ വെച്ചിട്ട് നമുക്ക് ചുടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഡാപ്പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് ചുടുന്നതിൻ്റെ പേരിൽ ഒരല്പം സോഡാപ്പൊടി ചേർക്കാം. സോഡാപ്പൊടി ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ മാവ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടി നമ്മുടെ സോഡാപ്പൊടിയൊക്കെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ദാ ഈ ഒരു രീതിക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉടൻ തന്നെ നമ്മുടെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. നമ്മുടെ തേങ്ങാ ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു ഫ്രൈയിങ് പാനാണ് വെച്ചിട്ടുള്ളത്. ഇതിന് പകരം നമ്മുടെ സാധാരണ ദോശ തവ ദോശക്കല്ല് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് പൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്നും ലോക്കും ഇടയ്ക്ക് വേണം വെക്കാനായിട്ട്, തീരെ കുറച്ചും വെക്കരുത്. അതുപോലെ തന്നെ നല്ല മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതിലേക്ക് ബബിൾസ് ഉണ്ടാവും കേട്ടോ. നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേണമെങ്കിൽ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. അതല്ല നമുക്ക് അടച്ചു വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ ഇപ്പോൾ നിറയെ ഹോൾസോട് കൂടിയിട്ട് നമ്മുടെ ദോശ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഒന്നുകിൽ ഒരു അല്പം എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഇതെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. എപ്പോഴും വീട്ടിലെ ഒരേ ടേസ്റ്റിലുള്ള ദോശയും അപ്പമൊക്കെ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശയൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.